അതിൻ്റെ ഫുള്ള് തീർക്കുന്നത്. ഇനി അവിടെ ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ അവൻ്റെ ഖുർആൻ മനഃപ്പാഠമാക്കി അത് 30 ദിവസം തീരുന്ന ദിവസമാണ്. ആ ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുള്ളത്. വളരെ വല്ലാത്തൊരു അനുഭവമാണ്. അവരുടെ രക്ഷിതാക്കൾക്കും നമുക്കൊക്കെ കോളേജിൻ്റെ അഭിമാനമാണ്. രക്ഷിതാക്കൾക്ക് അവരുടെ ഒരാഗ്രഹം അവരുടെ മകനാൽ നിറവേറ്റി കിട്ടുന്ന ഒരു ദിവസമാണ്. അതൊരു സന്തോഷമുള്ള ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരികയും ഇപ്പോൾ എന്നും നിലനിർത്താനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ 24ാമത്തെ കുട്ടിയാണ് ഇറങ്ങുന്നത്, ആഫിളാവുന്നത്. 17 കുട്ടികളോളം ആഫിളായി സനത് വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് തന്നെ നമുക്കൊരു കുട്ടി കൂടി ആഫിളാവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ മറ്റുള്ള കുട്ടികളൊക്കെ അടുത്തടുത്താവാൻ സാധ്യതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് എല്ലാവരും നല്ല സ്വാലിഹായ നല്ല ആഫിളങ്ങളാക്കി മാറ്റട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കോളേജിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുകയും നല്ല നിലയിൽ അതിനെ കൊണ്ടുപോകാനും അതിനെ കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഉത്തരക്കത്തോടും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ അവൻ്റെ അവസാനത്തെ ഈ 30 ജുസിൻ്റെ അവസാന ഭാഗം ഓതി കേൾപ്പിക്കുന്നതാണ് നമ്മളെ മുന്നിൽ വെച്ച്. അപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വീകരിക്കുമാറാവട്ടെ. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستحزنون. قيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من نصير. ذلكم أنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا اليوم لا يخرجون منها ولا هم يستعتبون. ولله الحمد رب السماوات ورب الأرض رب العالمين. له الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. اللهم أنس وحشتي في قبري. اللهم ارحمني بالقرآن العظيم. واجعله لي إماما ونورا وهدى ورحمة. اللهم ذكرني منه ما نسيت وعلمني منه ما جهلت وارزقني تلاوته آناء الليل وآناء النهار واجعله لي حجة يا رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم.
ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പഠിക്കുക എന്നുള്ളത് എന്താണ്? പഠിക്കലും പഠിപ്പിച്ചവർക്കുള്ള നേട്ടങ്ങളെ പറ്റി ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം, ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ 2ാമത്തെ പ്രസിഡന്റായിരുന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരാൾ വന്നിട്ട് യാ റജുലുൻ ഇലാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, വല്ലനീ മാ വല്ലാക്കല്ലാഹ്, നിങ്ങൾക്ക് കിട്ടിയതായ അധികാരത്തിൽ നിന്ന് ഒരു അധികാരം, എന്തെങ്കിലും ഒരു പദവി ഞങ്ങൾക്ക് തരണം, എനിക്ക് തരണമെന്ന്. അതായത് വലിയൊരു രാഷ്ട്രം, ഉദാഹരണം നമ്മൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് ഖുർആൻ അറിയുമോ? ഞങ്ങളൊക്കെ ഈ ഭരണകാലത്ത് ഇസ്ലാമിക ഭരണമുള്ള ആളുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഖുർആൻ അറിഞ്ഞിരിക്കണം എന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ലാ വല്ലാഹ്, എനിക്ക് ഖുർആൻ ഒന്നും അറിയില്ല. എന്നാൽ നിങ്ങൾ ഖുർആൻ പോയി പഠിച്ച് വരിക എന്ന്. അങ്ങനെ ആളെ വിട്ടുവിടും, ഖുർആൻ പഠിക്കാൻ വേണ്ടി വിട്ടയച്ചു. അങ്ങനെ ഖുർആൻ അദ്ദേഹം اللهم بارك على سيدنا محمد وعلى آل سيدنا محمد وبارك على إبراهيم